ഇന്ത്യ പാക് സംഘർഷത്തിനിടയിലെ പേടിപ്പിക്കുന്ന ദൃശ്യങ്ങൾക്ക് സാക്ഷികളായാണ് അതിർത്തി മേഖലയിലെ കോളേജുകളിൽ നിന്ന് മലയാളി വിദ്യാർത്ഥികൾ തിരിച്ചെത്തുന്നത്. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശികളായ NP ശ്രീരൂപും ഋതുവർണയും പരീക്ഷകൾ നടക്കുന്നതിനിടെയാണ് നാട്ടിലേക്ക് തിരിച്ചത്. പഞ്ചാബിലെ ജലന്ധറിലുള്ള ലൗലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ് ഇരുവരും. ആകാശത്ത് മിന്നിപ്പായുന്ന തീഗോളങ്ങൾ, ഇടയ്ക്കിടെ കേൾക്കുന്ന സ്ഫോടന ശബ്ദങ്ങൾ, ഒട്ടും പരിചയമില്ലാത്ത അന്തരീക്ഷത്തിന്റെ ഭീതിയിൽ നിന്ന് സ്വന്തം വീട്ടിൽ തിരിച്ചെത്തിയ ആശ്വാസമാണ് കൂത്തുപറമ്പ് കുനിയിൽപ്പാലത്തെ NP ശ്രീരൂപിനും സൗത്ത് നരവൂരിലെ ഋതുപർണ NPക്കും. പഞ്ചാബിലെ ജലന്ധറിലെ ലൗലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ് രണ്ടുപേരും. അതിർത്തിയിൽ നിന്നും 20 കിലോമീറ്റർ മാറിയാണ് കോളേജ്. ഡ്രോൺ ആക്രമണവും ഷെല്ലാക്രമണവും തുടർന്നതോടെയാണ് നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചത്. ഷെൽ പതിച്ച് കോളേജിന്റെ മുന്നിൽ കാർ തകർന്നതും ആകാശത്ത് ഡ്രോണുകൾ പറന്നു വരുന്നതുമെല്ലാം നേരിട്ട് കണ്ടതോടെ ഭയം ഇരട്ടിയായെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത്. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ മേലെ കൂടി ഇങ്ങനെ ഓർബിറ്റിംഗ് ഷെഡിൽ പോകുന്ന പ്രശ്നം പറയുന്നു. അപ്പോൾ കോളേജിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ ഷെല്ല് കാരണം കാറ് കത്തി അങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ കാണുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ ഇത് സീരിയസ്നെസ് തിരിയുന്നത്. പിന്നെ ആ സ്പോട്ടിൽ തന്നെ ടിക്കറ്റ് എടുത്ത് പൊളിച്ചൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് നാട്ടിൽ വരാനുണ്ട്. നമുക്കിപ്പം ട്രെയിനായാലും ഫ്ലൈറ്റ് ആയാലും കുറേയൊക്കെ ക്യാൻസൽ ആകാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. എന്നിട്ടും റിസ്ക് എടുത്തിട്ടാണ് ഇവിടെ എത്തിയത്. കോളേജിൽ പരീക്ഷകൾ നടക്കുന്ന സമയമാണിപ്പോൾ. പരീക്ഷകൾ എഴുതാതെ നാട്ടിലേക്ക് വരേണ്ടി വന്നതും ഡൽഹിയിലും മറ്റുമായി ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന സഹപാഠികളും ഇപ്പോഴും ഇവരുടെ ആശങ്കയാണ്. വെള്ളിയാഴ്ച രാവിലെ ട്രെയിൻ മാർഗം ഡൽഹിയിലെത്തിയെങ്കിലും നാട്ടിലേക്ക് ട്രെയിൻ ടിക്കറ്റ് ലഭിച്ചിരുന്നില്ല. പിന്നീട് വിമാനമാർഗമാണ് കണ്ണൂരിലെത്തിയത്. ന്യൂസ് മലയാളം, കണ്ണൂർ.